ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പോലെ തന്നെ ഒരു യാത്രാ വീഡിയോ ആണ്. പക്ഷേ ഒരുപാട് ദൂരം എന്നല്ല, നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലം, ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ്. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാര കേന്ദ്രം. അതെ, മൺട്രോ ഐലൻഡ് കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് മൺട്രോ ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ടുള്ളത് ബോട്ടിംഗ് ആണ്. കണ്ടൽക്കാടിനിടയ്ക്കുള്ള ഒരു ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ അടുത്തിറങ്ങിയ ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ എന്ന് പറയുന്ന ഫിലിം ഈ സ്ഥലത്ത് വെച്ചാട്ടോ ഷൂട്ട് ചെയ്തത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിലെല്ലാം വണ്ടികളാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പാർക്കിംഗ് സ്പേസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടി ഇടുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നേരെ കാഴ്ചയിലേക്ക് കിടക്കുകയാണ്. ഒരബദ്ധം പറ്റി, മൈക്ക് വെച്ചിരുന്നു, പക്ഷേ മൈക്കിൻ്റെ റിസീവർ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ആദ്യം തന്നെ വള്ളത്തിൽ ചാടി കയറിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് കയറാനായിട്ട് എനിക്ക് വള്ളമൊന്നും അടുപ്പിക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ അവൻ ചാടി കയറി. അതിനകത്ത് അമ്മയ്ക്ക് ഇച്ചിരി പേടിയുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുക, വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളെങ്ങനെയും കയറ്റും. അമ്മയുടെ മുഖത്ത് തന്നെ ആ പേടി അറിയാനുണ്ട്. നമ്മൾ രാവിലെ എത്തിയിരിക്കുകയാണ്. കിടക്കൊക്കെ ഉണ്ട്. സൺഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒട്ടവഞ്ചിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചിയിലുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകാൻ പോകുന്ന കണ്ടൽക്കാടിനുള്ളിലേക്കാണ് കേട്ടോ. അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ ആയിരിക്കും അത്. അത് നമ്മൾ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫോണിനകത്തുള്ള റിസീവർ ഓൺ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറയുന്നൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഈ സാധനമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ആ കാണുന്ന ആ കണ്ടൽക്കാട്ടിലേക്കാണ്. അവിടെയാണ് ആർച്ച് ഷേപ്പിലുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ആർച്ച് ഷേപ്പിനുള്ളിൽ നിൽക്കുന്നത് അത് ഈ ഒരു ഭാഗത്താണ്. അപ്പം ഇവിടോട്ടാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. മൈക്കില്ലാത്ത കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊന്നും ഈ വീഡിയോയ്ക്കകത്ത് വരാത്ത കേട്ടോ. അപ്പോൾ ഈ കണ്ടൽക്കാടിനകത്തൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നമുക്ക് കയറാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിവിടെ സ്വന്തമായിട്ട് പറയാനായിട്ട് കയാക്കിംഗ് ബോട്ട്സും പെഡൽ ബോട്ട്സും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ.
കണ്ണാ അങ്ങനാണോ? ഈ ഒരു പാലത്തിനപ്പുറമാണ് ശരിക്കുള്ള മെയിൻ കണ്ടൽക്കാട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. കറക്റ്റ് ഈ ഒരു കൊട്ടാഞ്ചി പോകാനുള്ള കറക്റ്റ് സ്പേസിലാണ് ഈ ഒരു പാലം നിൽക്കുന്നത്. കൈ വെളിയിലിട്ട കൈ എന്തായാലും അവിടെ മുട്ടും, ആ അവസ്ഥയാണ്. ഇതിനിടയ്ക്കോടാണ് ഈ കൊട്ടവഞ്ചിയും വള്ളങ്ങളും എല്ലാം പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടൽക്കാടുകളുടെ കാഴ്ച തുടങ്ങുകയാണ്. അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ കണ്ണുകളിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, നേരിട്ട് വന്ന് കാണണം, അതാണ് അതിൻ്റെ ഭംഗി. ഇഷ്ടപ്പെട്ടോ? ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണോ? അങ്ങനല്ലേ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഈ സമയത്ത് നമ്മുടെ ആലിനേക്കായി ഇത് കണ്ടൽക്കാടുകൾ മാംഗ്രൂവ് ഫോറസ്റ്റ്. ഞാനിത് കണ്ടോ മോളെ, ആറാമാതിരി ആയത് കണ്ടോ? ഇതേ ഇതിനകത്ത് ഇനിയിപ്പം കരിമീൻ കയറി മുട്ട, കരിമീൻ ഏതൊരു മീൻ കയറി മുട്ടയിട്ടാലേ ലൈറ്റ് മീനിനകത്ത് പിടിക്കാനൊക്കെ വൈകിട്ട് ഇതിന് മത്സ്യസമ്പത്ത് വർദ്ധിക്കും. അത് ഇങ്ങനെ കിടക്കുന്നില്ല. ഇതിനകത്ത് പിടിക്കാനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുരിശോ വല്ലതും കുരിശ് അടിക്കണം, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അതാ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് കറക്റ്റ് കണ്ടൽ മാംഗ്രൂവ്. പഠിച്ചിട്ടുണ്ടോ? കാടിനുള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. പുറത്തിറങ്ങി ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അകത്തോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പ്, വെള്ളമാണെങ്കിൽ നല്ലതായിട്ട് തണുത്ത് കിടക്കുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷം തണുത്തൊരു അന്തരീക്ഷം. ഓഹോയ് ഓഹോയ് വട്ടം കറക്കാനല്ലോ പറഞ്ഞു തുഴഞ്ഞു പോടെ. ഓഹോയ് എങ്ങോട്ട് പോവാ? ഓഹോയ് എവിടെ പോവാ? വട്ടം കറക്ക. എങ്ങോട്ടാ തിരിക്കണ്ടേ? തിരിച്ചുവാനല്ല, നേരെ പോവാൻ. വട്ടം കറക്കാം. വട്ടം കറക്കാം, വട്ടം കറക്കാം. നിന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്, മുമ്പോട്ട് പോകും. വെയിറ്റ് അത് ആളെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കും. ഇനി അച്ഛൻ തൊഴിയും, ഞാൻ എടുക്കാൻ വരും. ഇനി ഏട്ടന്റെ ടേണാണ് ഗൈസ്. ഏട്ടൻ എങ്ങോട്ട് പോകണോ? എങ്ങനെയായിരുന്നു വിടണ്ടേ? പറ, ഞാൻ പിടിച്ചു. ഓ, അങ്ങനെ ഒരു മൂവ്മെന്റ് നമ്മുടെ കൈക്കുഴ മൊത്തം കണ്ടോ? ഇത് കണ്ടോ? കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? താഴോട്ട് പോയിട്ട് മുമ്പോട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. വട്ടമെങ്കിലും കറക്കും. വട്ടം ഞാൻ കറക്കാം, വട്ടം ഞാൻ കറക്കും. ഇപ്പുറത്തെ ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം, വശം കിട്ടട്ടെ.
എവിടാണോ ഇന്ന് അവിടെ തന്നെ നിൽക്കുന്നത്. വട്ടം കിട്ടി വട്ടം കറങ്ങി നടക്കത്തില്ല, നമ്മളെ കൊണ്ട് കൂട്ടി കൂടത്തില്ല. ആയുധം കൈമാറിയിരിക്കുകയാണ്, ആയുധം വെച്ചിരിക്കുകയാണ്. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഇതിനുള്ളിൽ ഇറങ്ങി നിൽക്കാൻ, വെള്ളത്തിനുള്ളിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. മൺട്രോത്തുരുത്തിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. കണ്ണവനെ എപ്പോഴും വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത. അപ്പോൾ അതുകൊണ്ട് അവൻ വെള്ളത്തിലിറങ്ങി ഡ്രസ്സൊക്കെ ഊരിയിട്ട് നമ്മൾ കണ്ടൽക്കാടിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേഞ്ചിലിപ്പം എന്താ പറയുക, മരങ്ങളൊക്കെ വളരുന്നുണ്ട് ഇവിടെ. കുറച്ചൊരു 5 വർഷത്തിനുള്ളിൽ നല്ല കാടാവുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഉത്തമൻ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. നമ്മളിവിടെ വരുമ്പോൾ സ്ഥിരം പുള്ളിയുടെ എന്താ പറയുക കൊട്ടവഞ്ചിയിലാണ് കയറുന്നത്. അപ്പോൾ എന്താ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി തിരിച്ചു പോവാണ്. സാറിനെ കയറ്റാൻ എപ്പോഴും വെള്ളത്തിലിറങ്ങി കഴിഞ്ഞാൽ കയറ്റാൻ ഭയങ്കര പാടാണ്. കാരണം സാറ് വെള്ളത്തിലാശാണ്. അവന് നീന്താൻ ഇഷ്ടമാണ് വെള്ളത്തിൽ. അപ്പോൾ അവൻ കുറേശ്ശെ നീന്തും വെള്ളത്തിൽ. ഞങ്ങളിനി നീന്താനുള്ള ട്രെയിനിങ്ങിന് വിടണമെന്ന് വിചാരിച്ചിരിക്കുക. ഇല്ലേ, ഇഷ്ടപ്പെട്ടോ? തിരിച്ച് നമ്മൾ കരയിലേക്ക് പോകണം കേട്ടോ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞാൽ ഉത്തമൻ ചേട്ടൻ്റെ കാര്യമാണ്. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരിക എല്ലാം ചെയ്ത് ഉത്തമൻ ചേട്ടനാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഉള്ള സമയങ്ങളിലെല്ലാം ഉത്തമൻ ചേട്ടൻ്റെ വള്ളത്തിൽ തന്നെയാണ് കയറിയിട്ടുള്ളത്. വളരെ നല്ലൊരു മനുഷ്യനാണ്. മനുഷ്യൻ പറയുന്ന സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസ്. 90 പക്ഷെ ഇവിടെ വന്നത് നമ്മുടെ PS ഇരുന്ന സമയത്ത് നമ്മൾ അന്നത്തെ മിനിസ്റ്റർ കോടിയേരിയായിരുന്നു. കോടിയേരി ഇവിടെ വന്നായിരുന്നു ടൂറിസ്റ്റ്. അന്ന് MAV മന്ത്രിയുമായിരുന്നു. അങ്ങനെയാണ് ഇത് ഫേമസ് ആവുന്നത്. അതിനുമ്പേ ആൾക്കാർ വരും, ഫോട്ടോ എടുക്കാനൊക്കെ ആൾ വരും. ഇവിടെ 7 മണി വരെയാണ് സർവീസ് ഉള്ളത്. അത് കഴിയുമ്പോൾ അവർ നിർത്തും. കാരണം പെറ്റി വരും, പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റി വരുന്നുണ്ട്. 7 മണി വരെയാണ് ടൈമിംഗ് ഉള്ളത്. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ കൊട്ടാഞ്ചിയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ചുമ്മാ നടക്കാനായിട്ട് ഇറങ്ങിയാണ്. ഐസ്ക്രീം കഴിക്കാൻ. അപ്പോൾ ഗൈസ് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇരുട്ടായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഒന്നും സംസാരിക്കാനോ കാണിക്കാനൊന്നും കഴിയില്ല, മൊത്തം ഇരുട്ടായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഒരു ഈവനിങ് സ്പോട്ടായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. കുറച്ച് നേരത്തെ ഒരു 3-4 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊട്ടവഞ്ചിയിലാണേലും തോണിയിലാണേലും കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോകാം. പിന്നെ ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കാം. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, ബൈ.